നിങ്ങൾ ആദ്യം ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KSRTCയിൽ സർക്കാർ പരസ്യം മാത്രം, എക്സ്ക്ലൂസീവ് പരസ്യം കിട്ടും. 3 മാസത്തേക്ക് എല്ലാ ബസ്സും PRD വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. 3000 ബസ്സുകളാണ് പരസ്യത്തിനായി ബുക്ക് ചെയ്തത്. ഒരു ബസ്സിന് 10,000 രൂപ വീതം വാടക നൽകും. ആ ന്യൂസിൽ കണ്ട സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ് എല്ലാം 3 മാസത്തേക്ക് ഏതാണ്ട് 30,000 ബസ് എന്തോ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ബസ്സുകൾ എടുത്ത് 10,000 രൂപ റെന്റ് വെച്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം 3 കോടി രൂപ എടുത്ത് വരുന്നുണ്ട് ഒരു മാസം. അങ്ങനെ നോക്കുവാണെങ്കിൽ 3 മാസത്തേക്കാണ് എടുത്തിരിക്കുന്നത്. 3 മാസത്തേക്ക് ഇതിന്റെ റെന്റ് 9 കോടി രൂപ എടുത്ത് വരുന്നുണ്ട്. ഈ 9 കോടി രൂപ മുടക്കി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ബസ്സിന്റെ പുറകിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചാ വിടുന്നത്. ഈ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്തതിന്റെ ഈ പ്ലക്കാർഡൊക്കെ പോലെ അല്ലെങ്കിൽ അതിന്റെ കമന്റുകൾ ബസ്സിൽ ഒട്ടിച്ചു വിടുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും രൂപ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞ ആക്സിഡന്റ് നടന്നത് സ്റ്റിക്കർ മാറ്റിയതുകൊണ്ടാണ്, കളർ പെയിന്റ് അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞൊരു നാടാണ്. അപ്പൊ ആ നാട്ടിൽ നമ്മൾ ഓടുന്ന ഒരു പൊതുഗതാഗതത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുന്ന രീതിയിലോട്ട് പോവുക. എന്തിനാ അതിന്റെ ആവശ്യം? ഈ പൈസ, ഈ 9 കോടി രൂപ ജനങ്ങളുടെ അല്ലേ പോകുന്നത്? അല്ലെങ്കിൽ ആ 9 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സാധാരണക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യമാണ്. അത് ചുമ്മാ ഇങ്ങനെ വകമാറ്റി ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? എല്ലാവരുടെയും കാശല്ലേ? എല്ലാവരും തുപ്പുന്നതിനും തൂറുന്നതിനും വരെ ടാക്സ് കൊടുക്കുന്ന കാശല്ലേ? അപ്പൊ അതെടുത്ത് എന്തൊക്കെ തരത്തിലുള്ള നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളത്. കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, നമ്മുടെ താഴെ നിൽക്കുന്നവരുടെ സങ്കടങ്ങൾ നമ്മൾ നല്ലതുപോലെ കാണുന്നതാണ്. ഒരു ജനപ്രതിനിധിയും അവനൊന്നും ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തതും നല്ലതുപോലെ കണ്ടിട്ടുള്ളതാണ്. മാറി മാറി സർക്കാർ വന്ന്, അല്ലെങ്കിൽ മാറി മാറി പഞ്ചായത്ത് ഭരണം വരെ മാറി മാറി വന്നു പോകുമ്പോൾ അവനൊന്നും മാറ്റുന്നില്ല. ഈ പറയുന്ന രീതി അതിദരിദ്രർ ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും എനിക്ക് തന്നെ കാണിച്ചു തരാൻ പറ്റും 3 അതിദരിദ്രരുടെ കാടുള്ള വീട് ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ തന്നെ. എനിക്കറിയാവുന്നത്, എനിക്ക് പേഴ്സണലി അറിയാവുന്നത്. ഞാൻ അവരുടെ പേരെടുത്തൊന്നും പറഞ്ഞൊന്നും അവരെ അപമാനിക്കുന്നൊന്നുമില്ല. അപ്പം ഈ പറയുന്ന ക്യാഷ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പരസ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇത്രയും രൂപ ചെലവാക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതെന്റെ ഒരു വിമർശനമായിട്ട്, അല്ലെങ്കിൽ എന്റെ ഒരു പ്രതിഷേധം പോലെ ഞാനത് രേഖപ്പെടുത്തുന്നു.